നോമ്പ് കാലായോണ്ട് തന്നെ മഗ്‌രിബിന് ശേഷം അപ്പൊ കാര്യമായിട്ട് പണി ഉണ്ടാവും. അടുത്തുള്ള മാമനോടൊക്കെ സംസാരിച്ച് കാലിച്ചായം കുടിച്ചിരിക്കുമ്പോഴാണ് ഗാരേജിൽ നിന്ന് വിളി വന്നത്. വിൽക്കാൻ വെച്ച വണ്ടിയാണെങ്കിലും അതും എടുത്തൊരു പോക്കാട്ട് പോയി. അല്ലാണ്ട് ഇപ്പൊ ഓടിപ്പോകാൻ കഴിയൂലല്ലോ. ഗാരേജിത്തെ പണിക്കാരൊക്കെ പൂട്ടി വീട്ടിലെത്തിക്കുന്നു. കട്ടെടുത്ത് കൊണ്ടുപോകണ പോലെ വണ്ടി എടുത്ത് മെല്ലെ പോവാണ് ഞാൻ. ഇന്നൊരു ലാൻഡ് ക്രൂസർ ആണ് നമുക്ക് അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. ഞാൻ ഓടിച്ചു നോക്കുമ്പോൾ വണ്ടിയാണെങ്കിൽ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എല്ലാം കൂടി സീൻ. ഏതായാലും ഒന്നും നോക്കിയില്ല, നമ്മളെ ഷോപ്പ് വരെ ഒറ്റ പിടുത്തം. അങ്ങനെ ഒടുവിൽ നമ്മളെ ഷോപ്പിലെത്തി. അപ്പോഴാണ് സമാധാനമായി. ഒന്നും നോക്കില്ല, നേരെ റാമ്പിലെ കട്ട് കയറ്റി. അല്ല പിന്നെ ഇതിലും വലുത് നമ്മൾ കണ്ടതാണ് നമ്മളോടെ കളി. ഏത് വളഞ്ഞു വരുന്ന വണ്ടിനെ നേരാക്കി തരുന്ന ശക്തിയാണ് ഉള്ളിടത്തോളം കാലം അമ്മക്കാരും പേടില്ല. വണ്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടിയിൽ ഒന്നായിട്ട് നല്ലോണം നോക്കലാണ് നമ്മൾ ആദ്യത്തെ പരിപാടി. പിന്നെ അവിടുത്തെ നട്ടൊക്കെ പിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വണ്ടി നേരാക്കലാണ് നമ്മളെ തൊഴിൽ. അത് കഴിഞ്ഞ് വണ്ടി നേരാക്കണോന്ന് അറിയാൻ വേണ്ടി 100-110 ഒരു പിടുത്തുണ്ട്. റമദാൻ മാസം അതിനെ കൊണ്ട് റൗണ്ട് ബോട്ടിലൊക്കെ നല്ല ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വരും. ഏതായാലും റൗണ്ട് ബോട്ടൊക്കെ 2-3 പ്രാവശ്യം വളഞ്ഞു നോക്കി. അതേപോലെ നേരെയുള്ള റോട്ടിൽ നല്ല സ്പീഡിൽ നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിട്ട് നമ്മൾ വണ്ടി കൊടുക്കാറുള്ളൂ. വണ്ടിയാണ് ഓടിച്ചു നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. അപ്പൊ പിന്നെ നേരെ ബില്ല് ചെയ്തിട്ട് കൊണ്ടുകൊടുക്കലാണ് അടുത്തവരായിട്ട്. അങ്ങനെ ബില്ലുമായിട്ട് ഗാരേജിൽ എത്തിയപ്പോഴേക്ക് ഗാരേജിന്റെ വാതിലൊക്കെ പൂട്ടിക്കണം. നല്ല ഇത് തുറന്ന് അകത്ത് വണ്ടി വെച്ചിട്ട് അതിനോട് ഒരു ടാറ്റയും പറഞ്ഞ് നമ്മൾ തിരിച്ചുപോയി. തിരിച്ച് നമ്മളെ ഷോപ്പിൽ എത്തിയപ്പോഴേക്ക് അടുത്ത വണ്ടി ഇവിടെ കാത്തിക്കുണ്ട് നമ്മളെ. അതാണെങ്കിൽ GMCന്റെ പഴയ മോഡൽ ഒരു യൂക്കോൺ. ശക്തിയാണ് ഉള്ളപ്പോ നമ്മക്ക് എന്ത് യൂക്കോൺ അതിന്റെ പണി അടുത്ത് കിട്ടിയിട്ടുള്ള ഒരു ലോറിയാണ്. ലോറി ആയാലും ശരി ബസ്സായാലും ശരി വളഞ്ഞു തിരിഞ്ഞ് പോണവരെ നേരാക്കി കൊടുക്കലാണ് നമ്മളെ ജോലി. നമ്മളത് ചെയ്യുക തന്നെ ചെയ്യും. നേരെ പോണ വണ്ടിന്റെ സ്റ്റിയറിംഗിന്റെ കൊല അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ടയർ വലത്തോട്ട് സ്റ്റിയറിംഗ് എടുത്തോട്ടു. പക്ഷെ നമുക്ക് പേടിയും കേട്ടോ, ശക്തി അണ്ണനുണ്ടല്ലോ. അങ്ങനെ അതിന് ഷോപ്പിൽ എത്തിച്ച്. ഇതാണെങ്കിൽ നാളെ ഡെലിവറി ചെയ്താലും കുഴപ്പമില്ല. എന്നാലും കുറച്ച് പണികളൊക്കെ തീർത്തവിടെ വെച്ചിട്ട് അപ്പോഴത്തേക്ക് ടൈമായി കട പൂട്ടാൻ. എന്നാ പിന്നെ ബാക്കി നാളെ. ഓക്കെ.